ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയ ദൈവജനമേ, ഇവർക്കും വീണ്ടും വരാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വല്ലഭത്വമുള്ള നാമത്തിൽ ഇവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഏറ്റവും ധന്യവും അനുഗ്രഹീതമായ ഈ ദിനത്തിനായി നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. വലിയവനായ ദൈവത്തിന് സ്തുതി സ്തോത്രം കരേറ്റാം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. 2024 വർഷത്തിലെ കുരുത്തോല പെരുന്നാൾ ദിനമാണ്. ഹോശന്ന ഞായർ, പാം സൺഡേ. ലോകമെമ്പാടും ക്രിസ്തു വിശ്വാസികൾ ഇന്നത്തെ ദിവസം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യെരുശലേമിലേക്കുള്ള കഴുതപ്പുറത്തുള്ള യാത്രയെ അനുസ്മരിക്കുന്ന ഒരു ദിനമാണ്. അപ്പോൾ എല്ലാ ദൈവാലയങ്ങളിലും, എല്ലാ ക്രൈസ്തവ കുടുംബങ്ങളിലും, എല്ലാ വിശ്വാസി ജീവിതങ്ങളിലുമൊക്കെ യേശു ക്രിസ്തുവിനെ ഉയർത്തിക്കാണിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവായ മെശിഹായിയുടെ ഉന്നതമായ ഗുണങ്ങളെ ഉയർത്തിക്കാണിക്കുവാനുള്ള ഒരു ഞായർ കൂടിയാണ്. ഈ ദിനത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം പകരുന്ന, നന്മ പകരുന്ന ഇങ്ങനെയൊരു കർത്താവായ യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചതിലുള്ള സന്തോഷം നമുക്കെല്ലാവർക്കും ഉണ്ട്, അല്ലേ? അതോടൊപ്പം തന്നെ ആ ദൈവത്തിൻ്റെ, ആ മെശിഹായുടെ മക്കളാകുവാൻ ലഭ്യമായ ഒരു വലിയ ഭാഗ്യം, അത് എത്ര പറഞ്ഞാലും മതിയാകുകയില്ല, തീരുകയില്ല. കാരണം ദൈവ മക്കൾ ആകുവാൻ, ഒരു ദൈവ പൈതലാകുവാൻ കർത്താവ് നമുക്ക് നൽകിയ ആ ഒരു വലിയ അവകാശം, അധികാരം. അതിനായി നമുക്ക് ഈ ദിനത്തിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ചും നീമതി യേശുവെ ഈ യൂട്യൂബ് ചാനലിലെ എല്ലാ ശ്രോതാക്കൾക്കും, എല്ലാ മെമ്പേഴ്സിനും, ഞങ്ങളുടെ നീമതി യേശുവെ ടീമിലെ എല്ലാ അംഗങ്ങളുടെയും കുടുംബങ്ങളുടെയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ടീമിലെ അംഗങ്ങളുടെയും എൻ്റെയും ഉള്ള പ്രത്യേക ഹോശന്ന ഞായർ ആശംസകൾ നേർന്നുകൊള്ളുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമീൻ. ഇന്നത്തെ ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദാവീദ് പുത്രന് ഹോശന്ന. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. നമ്മുടെ കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഉന്നതനും വല്ലഭനുമായി യെരുശലേമിലേക്ക് കഴുതക്കുട്ടിയുടെ പുറത്ത് വാഹനമേറി രാജാതി രാജാവായി, സമാധാന പ്രഭുവായി, ലോകത്തിന്റെ രക്ഷകനായി സഞ്ചരിച്ച സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, കാലങ്ങളേറെയായി, നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. ദൈവമായ കർത്താവെ, 2024 ആണ്ടിലും ഞങ്ങൾക്ക് ഹോശന്നായുടെ സ്മരണകൾ പുതുക്കുവാനും അതിൻ്റെ ഉള്ളിലുള്ള നന്മകളിൽ പങ്കുചേരുവാനും അതിലുള്ള കാതലായ മർമ്മങ്ങളെ, ദൈവിക അംശങ്ങളെ ഗ്രഹിക്കുവാനും സംഗ്രഹിക്കുവാനും ഈ ദിനം ദൈവം ഞങ്ങൾക്ക് വേർതിരിച്ച് നൽകിയതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ ദിനം ഞങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യമായി ഞങ്ങൾ കരുതുന്നതാ. നന്ദി അപ്പ, അങ്ങയുടെ മക്കളാകുവാൻ അങ്ങ് ഞങ്ങൾക്ക് ദൈവമായിട്ടൊക്കെ ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സന്തോഷമുള്ള ഈ ദിനത്തിനായി സ്തുതിക്കുന്നു. ലോകത്തിലെമ്പാടും ഉള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഹോശന്ന തിരുനാൾ ആചരിക്കുമ്പോൾ ഞങ്ങളും കർത്താവെ, ഞങ്ങൾക്ക് ലഭ്യമായ ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും ഹോശന്ന ഹോശന്ന എന്ന് രാജാതി രാജാവായ, മരിച്ചുയർത്തുന്നും ജീവിക്കുന്ന, സർവ്വവ്യാപിയായ, വീണ്ടും വരാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിനെ ഞങ്ങൾ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. നന്ദിയപ്പ. ഇന്നത്തെ തിരുവചന സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അർത്ഥവത്തായി തീരുവാൻ പരിശുദ്ധവനായ ദൈവം ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് യേശു രക്ഷിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ, ആമീൻ. പ്രിയരെ, കഴിഞ്ഞ ആഴ്ചയിൽ തിരുവചന ധ്യാനത്തിൻ്റെ ഒടുവിൽ ചോദിച്ച ചോദ്യം ഇതാണ്: വഴിയരികെ ഭിക്ഷയായിച്ചു കൊണ്ടിരുന്ന അന്ധനായ ബർത്തിമായിയുടെ പിതാവിൻ്റെ പേര് എന്താണ്? അനേകം പേർ റിപ്ലൈ ചെയ്യുകയുണ്ടായി. ശരിയായ ആൻസർ തന്നെയാണ്. ബർത്തിമായിയുടെ പിതാവിൻ്റെ പേര് തീമായി എന്നാണ്. തീമായി. പ്രത്യേകിച്ച് ഉത്തരങ്ങൾ എഴുതിയ എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി സ്നേഹവും ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ തിരുവധ്യാനത്തിൽ പങ്കെടുക്കുക, സന്ദേശം പൂർണ്ണമായി കേൾക്കുക. ഏറ്റവും ഒടുവിൽ ഒരു ചോദ്യമുണ്ടാകും. ആ ചോദ്യത്തിന് ആൻസർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ സന്ദേശം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അവരും ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തോടടുക്കുവാനും ഇതിലൂടെ സഹായകമാകും എന്നതിൽ സംശയമില്ല. അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 1 മുതൽ 17 വരെയുള്ള വചനങ്ങളെ ആസ്പദമാക്കിയാണ്
ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനായി എടുത്തിരിക്കുന്ന ചിന്താ വിഷയം മശിഹ നൽകുന്ന വാഗ്ദാനം എന്നതാണ്. മശിഹ നൽകുന്ന വാഗ്ദാനം. മത്തായി സുവിശേഷം 21:7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രം അവയുടെ മേൽ ഇട്ടു, അവൻ കയറി ഇരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എൻ്റെ പ്രഭാതത്തിലെ ചോദ്യം, കാലങ്ങൾ ഏറെയായി ഹോശന്ന ഞായർ നാം ആചരിക്കുന്നു, അനുസ്മരിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പലയിടത്തുമൊക്കെ കുരുത്തോല പെരുന്നാൾ ഞായറാഴ്ചയായി ഘോഷയാത്രകളും പ്രത്യേക പരിപാടികളുമൊക്കെ ആസൂത്രണം ചെയ്ത് പാം ലീഫൊക്കെ എടുത്ത് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ചിത്രമുണ്ട്. കുഞ്ഞുനാൾ മുതൽ നമ്മളൊക്കെ പരിശീലിച്ച് വന്ന ഒരു അനുഭവമാണ്. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് യെരുശലേമിലേക്ക് യാത്ര ചെയ്യുവാൻ യേശു കഴുതക്കുട്ടിയെ തിരഞ്ഞെടുത്തത്? കഴുതയെയും അതിൻ്റെ കുട്ടിയെയും തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? എപ്പോഴെങ്കിലും നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? വൈ ജീസസ് ചോസൺ ഡോങ്കി, അല്ലേ? ആ ഡോങ്കിയും അതിൻ്റെ കുട്ടിയും ഒക്കെ എന്തുകൊണ്ട് യേശു അതിനെ തിരഞ്ഞെടുത്തു? ഞാൻ മനസ്സിലാക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 3.5 വർഷത്തെ ആ ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാലയളവിൽ ആദ്യമായും അവസാനമായിട്ടുമാണ് ഒരു കഴുതയുടെ പുറത്ത് യാത്ര ചെയ്യുന്നത്. അതുവരെ ജീസസ് ചെയ്തിട്ടില്ല, അതിനുശേഷവും യേശു അത് ചെയ്തിട്ടില്ല. എന്തിനായിരിക്കും? ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ഒരു പ്രവൃത്തി ചെയ്യുവാൻ യേശുവിനെ പ്രേരിപ്പിച്ചത്, യേശു ആ പ്രവൃത്തി ചെയ്യുവാൻ മുൻവരുന്നത്, യേശുവിന് എന്തോ ഒരു സന്ദേശം ഈ ലോകത്തിന് നൽകുവാൻ ഉണ്ടായിരുന്നു എന്നതാണ്. ഈ ലോകത്തിൻ്റെ ചരിത്രമുള്ളിടത്തോളം, മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഈ ലോകം അവസാനിക്കുന്നത് വരെ ഈ ലോകത്തിനൊരു വലിയ സന്ദേശം യേശുവിന് നൽകണമെന്നുള്ള ഒരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹ നിവർത്തിക്കാണ് യേശു ഈ കഴുതയെ തൻ്റെ വാഹനമായി തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് കഴുതയും കുട്ടിയും കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ടു, യേശു കഴുതയുടെ പുറത്ത് കയറി ഇരുന്നു. എന്താണ് യേശു ഈ ലോകത്തിന് നൽകുവാൻ ആഗ്രഹിച്ച സന്ദേശം? 3 ചിന്തകളാണ് നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത്, തൻ്റെ രാജ്യത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുവാൻ, ഈ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ. എന്താണ് തൻ്റെ രാജ്യം? താൻ സ്ഥാപിക്കുന്ന തൻ്റെ രാജ്യം എന്താകുന്നു എന്ന് വ്യക്തമായ സുതാര്യമായ സന്ദേശം ലോകത്തിലെ മാനവ ജനതയുടെ ഹൃദയങ്ങളിൽ നൽകുവാൻ വേണ്ടിയാണ് യേശു യെരുശലേമിലേക്കുള്ള യാത്രയിൽ കഴുതയെ വാഹനമായി തിരഞ്ഞെടുത്തത്. ഞാൻ പറയട്ടെ, എന്താകുന്നു യേശുവിൻ്റെ രാജ്യം? നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇതുവരെ ദൈവവചനം കേട്ടതിൻ്റെയും പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ രാജ്യം എങ്ങനെയാണ്? ഞാൻ പറയട്ടെ, യേശുവിൻ്റെ രാജ്യം ഈ ലോകത്തിലെ രാജ്യത്തെ പോലെ അല്ല. അധികാരത്താലും സമ്പത്തിനാലും പണിയപ്പെട്ടതല്ല യേശുവിൻ്റെ രാജ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ലോകത്തിൻ്റെ രാജ്യങ്ങൾ പണിയപ്പെട്ടിരിക്കുന്നത് അധികാരത്തിനാലും സമ്പത്തിനാലും മൃഗീയ ശക്തിയാലും മൃഗീയ പെരുമാറ്റത്തിലൂടെയാലും ഒരു വലിയ സൈന്യത്തിൻ്റെ ശക്തിയാലും ഒക്കെയാണ് ഒരു രാജ്യം കെട്ടിപ്പടുത്തുയർത്തുന്നത്. യുദ്ധങ്ങൾ ഉണ്ടാകും, തെറ്റായ ക്രമങ്ങൾ ഉണ്ടാകും, തെറ്റായ രീതികൾ ഉണ്ടാകും, പതിയിരിപ്പ് അല്ലെങ്കിൽ ചതിച്ച് കീഴ്പ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ഏതൊരു രാജ്യവും കെട്ടിപ്പടുക്കുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകൾ, ചരിത്രങ്ങൾ ഉണ്ടാകും. അതിൽ ലീഗലായിട്ടും ഇല്ലീഗലായിട്ടും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരിക്കും ഒരു രാജ്യത്തെ കെട്ടിപ്പടുത്തുയർത്തുന്നത്. വേണ്ട, നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഒരു ഭവനം പണിയുന്നതിന് പിന്നിൽ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരിക്കും. സമ്പത്തുണ്ടായിരിക്കും, ആൾബലമുണ്ടായിരിക്കും, ബുദ്ധി ഉണ്ടായിരിക്കും, ശക്തി ഉണ്ടായിരിക്കും. ഇതൊക്കെ കൊണ്ടാണ് ഒരു വീട് പണിയുന്നത്. ഇതുപോലെയാണ് ഒരു രാജ്യത്തെ, ഈ ലോകത്തിലെ ഒരു കൺട്രി, ഒരു രാജ്യത്തെ പണിയപ്പെടുന്നത്, ഒരു സ്റ്റേറ്റിനെ പണിയുന്നത്. പക്ഷേ മനസ്സിലാക്കുക, അധികാരവും സമ്പത്തും ഉപയോഗിച്ചും മൃഗീയമായ രീതിയിൽ വെട്ടിപ്പിടിച്ചും യുദ്ധം ചെയ്തുമാണ് രാജാക്കന്മാർ തൻ്റെ രാജ്യം പണിതിരുന്നു, അല്ലെങ്കിൽ ശക്തിയെ വർദ്ധിപ്പിച്ചിരുന്നു എങ്കിൽ യേശു പണിത തൻ്റെ രാജ്യം അങ്ങനെയുള്ളതായിരുന്നില്ല. യേശു തൻ്റെ രാജ്യം പണിതത് വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു.
തൻ്റെ രാജ്യത്തെ യേശു പണിയുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടായിരുന്നു. എങ്ങനെയായിരുന്നു പറയട്ടെ? യേശു തൻ്റെ രാജ്യത്തെ പണിയുന്നത് ഈ ലോകത്തിൻ്റെ പാപങ്ങൾക്കായി മരിക്കുന്നതിലൂടെ, തൻ്റെ ജീവിതം നൽകുന്നതിലൂടെയാണ് തൻ്റെ രാജ്യം പണിതത്. ഒരു സമ്പത്ത് കൊണ്ടല്ല കെട്ടിപ്പണിത് ഉയർത്തത്, യുദ്ധം ചെയ്തല്ല, സൈന്യബലം ഉപയോഗിച്ചല്ല, അശ്വബലം ഉപയോഗിച്ചല്ല. യേശു തൻ്റെ രാജ്യത്തെ പണിതത് തൻ്റെ ജീവിതത്തെ, ലോകത്തിൻ്റെ പാപത്തിൻ്റെ മറവിലയായി തൻ്റെ ജീവിതത്തെ നൽകുന്നതിലൂടെ, പാപപരിഹാരമായി തന്നെ യാഗവസ്തുവായി ബലി കഴിക്കുന്നതിലൂടെയാണ് തൻ്റെ രാജ്യത്തെ പണിതത്. ഇന്ന് ആ രാജ്യത്തിലെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും. ആ രാജ്യത്തിൽ നന്മ അനുഭവിക്കുന്നവരാണ്, സമാധാനം അനുഭവിക്കുന്നവരാണ്, സന്തോഷം അനുഭവിക്കുന്നതെന്ന് അറിയാമോ? ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാനം എന്നത് രണ്ട് ഘടകങ്ങളാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവനെയും ജീവിതത്തെയും നൽകി പണിതതാണ് തൻ്റെ രാജ്യം. പ്രിയമുള്ളവരെ, നാം ഒരിക്കലും മറന്നു പോകരുത്. ലോകമാനവ ജനതയ്ക്കായിട്ട് മരിച്ചും തൻ്റെ ജീവിതം നൽകിയുമാണ് യേശു തൻ്റെ രാജ്യത്തെ പണിതത് എന്ന് മനസ്സിലാക്കുക. പക്ഷേ അന്ന് ജനം കരുതിയത്, പ്രത്യേകിച്ചും റോമ ഗവൺമെൻറ് അധികാരത്തിൽ നിന്നും തങ്ങളെ വിടുവിക്കുവാൻ പോകുന്ന മശിഹ അത് ആരായിരിക്കും? ഈ ലോകത്തിലെ സാധാരണ ഒരു രാജാവിനെ പോലെ, ഒരു പ്രഭുവിനെ പോലെ ആയിരിക്കുമെന്ന് ജനം കരുതി. ആ കരുതിയ ചിന്തയാണ് യേശു കർത്താവ് തിരുത്തി കുറിക്കുന്നത്. അവിടെ വളരെ വ്യത്യസ്തനായിട്ട് യേശു മാറുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാരണം ഈ ജനം പ്രതീക്ഷിച്ചിരുന്നത് റോമ ഗവൺമെൻറ് ഒരു ചക്രവർത്തിയെ പോലെ ആയിരിക്കും ഈ യേശു തൻ്റെ രാജ്യം, ഈ മശിഹ തൻ്റെ രാജ്യം പണിയുന്നത്. പക്ഷേ അവരൊക്കെ ചിന്തിച്ച് അവർക്ക് സങ്കല്പിക്കുവാൻ പോലും കഴിയാത്ത നിലയിലാണ് യേശു തൻ്റെ രാജ്യം പണിതത്. ആ രാജ്യം പണിത കർത്താവായ യേശുവാണ് വളരെ വ്യത്യസ്തനായിട്ട് ഇവിടെ മാറുന്നത്. യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട് ആരും ഉപയോഗിക്കാത്ത കഴുതയുടെ മേൽ യേശു കർത്താവ് യാത്ര ചെയ്യുകയാണ്. വളരെ വ്യത്യസ്തനായിട്ട് മാറുകയാണ്. പ്രിയമുള്ളവരെ, ദൈവരാജ്യം അല്ലെങ്കിൽ യേശുവിൻ്റെ രാജ്യം സ്ഥാപിതമാക്കപ്പെട്ടത് യേശുവിൻ്റെ ജീവിതത്താലും യേശുവിൻ്റെ ജീവനാലും എന്ന് മനസ്സിലാക്കുക. ഇന്ന് യേശുവിൻ്റെ രാജ്യത്തിൽ നാം അവകാശിയായിരിക്കുന്നുവെങ്കിൽ, യേശുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായിരിക്കുന്നു എങ്കിൽ, യേശുവിൻ്റെ രാജ്യത്തിൻ്റെ മെമ്പേഴ്സ് അംഗങ്ങളായിരിക്കുന്നു ഓർക്കുക. ഇത് നമുക്ക് ഇത് ലഭിച്ചത് യേശു തൻ്റെ ജീവിതവും ജീവനും നൽകിയതിനാൽ അത്രേ നമുക്കിത് പ്രാപിച്ചെടുക്കുവാൻ സാധിച്ചത്. പ്രിയമുള്ളവരെ, യേശു വ്യത്യസ്തനാകുകയാണ് തൻ്റെ ജീവിതം നൽകുവാൻ, തൻ്റെ ജീവനെ നൽകുവാൻ, ജീവിതത്തെ നൽകുവാൻ. ഇതാ ഒരു കഴുതക്കുട്ടിയെ ഒരു രാജാക്കന്മാരും തങ്ങളുടെ ജീവിതത്തെ ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത, ഒരു ചെറിയ മൈന്യൂട്ട് തോട്ടിൽ പോലും വരാത്ത വ്യത്യസ്തമായ ഒരു പ്രവൃത്തിയിലൂടെ യേശു ഇവിടെ വ്യത്യസ്തനായിട്ട് മാറുകയാണ്. പ്രിയമുള്ളവരെ, ഒന്നാമത്തെ ചിന്ത ഞാൻ പറഞ്ഞു. യേശു കഴുതക്കുട്ടിയെ വാഹനമാക്കി തിരഞ്ഞെടുക്കുവാൻ കാരണം തൻ്റെ രാജ്യത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുവാൻ. വെട്ടിപ്പിടിച്ചും അധികാരത്തിലൂടെ സമ്പത്ത് ഉപയോഗിച്ചും അല്ല എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, ഹൃദയമാർന്ന ജീവിതത്തിൽ യേശുവിൻ്റെ രാജ്യം പണിയേണ്ടുന്നത്. അസൂയ കാണിച്ചും അഹങ്കരിച്ചും അതുപോലെ തന്നെ തമ്മിൽ തല്ലിയും മാത്സര്യബുദ്ധിയും ദുശാഠ്യത്തോടും അല്ല യേശുവിൻ്റെ രാജ്യം നിങ്ങളുടെ ആലയങ്ങളിൽ, നിങ്ങളുടെ ഭവനങ്ങളിൽ, ദേശങ്ങളിൽ നിങ്ങൾ സ്ഥാപിക്കേണ്ടുന്നത്. അവിടെ ജീവിതം നൽകിയും ജീവൻ നൽകിയുമായിരിക്കണം. അതാണ് ക്രിസ്തു നമ്മോട് പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ ചിന്ത, കർത്താവ് ഈ കഴുതക്കുട്ടിയെ വാഹനമേറി സഞ്ചരിക്കുവാനുള്ള കാരണം, രണ്ടാമത്തേത് തൻ്റെ ഉള്ളിലെ ജീവചൈതന്യത്തെ വെളിപ്പെടുത്തുവാൻ. ടു റിവീൽ ഹിസ് ഇന്നർ സ്പിരിറ്റ്. തനിക്കുള്ളിലെ ജീവചൈതന്യം, ഇന്നർ സ്പിരിറ്റ്, ആ ജീവചൈതന്യത്തെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് കർത്താവ് ഈ കഴുതക്കുട്ടിയെ വാഹനമാക്കി ഉപയോഗിക്കുന്നത്. ഈ രണ്ടാമത്തെ ചിന്തയെന്ന് പറയുന്നത് ആദ്യം ഞാൻ പറഞ്ഞ ചിന്തയിൽ നിന്ന് വളരെ വളരെ ഡീപ്പായതാണ്, വളരെ ആഴമേറിയതാണ്. ആദ്യത്തെ ഞാൻ പറഞ്ഞു തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി, അല്ലേ, തൻ്റെ രാജ്യത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുവാൻ വേണ്ടി. രണ്ടാമത്തേത് എന്താണ്? തൻ്റെ ജീവചൈതന്യത്തെ വെളിപ്പെടുത്തുവാൻ. ഇവിടെ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്ന യേശുവിൻ്റെ ആ യാത്ര ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾ 2000 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളൊന്ന് പുറകിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയേ. ആ കാലഘട്ടത്ത് കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്ന ലോകത്തിൻ്റെ രക്ഷകനായ ദൈവപുത്രനായ മനുഷ്യപുത്രനായ യേശുവിലേക്കൊന്ന് നോക്കിയേ, ഒന്ന് സങ്കല്പിച്ച് നോക്കി. ആ ചിത്രം നിങ്ങളുടെ കൺമുന്നിലേക്കൊന്ന് കൊണ്ടുവരിക. വളരെ രസകരമായ ഒരു കാഴ്ച അല്ലേ?
ഞാനിത് ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് വളരെ രസകരമായി തോന്നിയ ഒരു യാത്രയാണ് യേശുവിൻ്റെ യെരുശലേമിലേക്കുള്ള കഴുതക്കുട്ടിയുടെ പുറത്തുള്ള യാത്ര. ഞാൻ ഇപ്രകാരം ചിന്തിക്കുന്നു, നാട്ടിൻ പുറത്ത് നമ്മളൊക്കെ താമസിക്കുന്ന നാട്ടിൻ പുറത്ത് ഒരാട്ടിൻകുട്ടിയുടെ മേൽ ഒരാൾ സഞ്ചരിക്കുന്നു എന്ന് കരുതുക. നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന ഒരാട്ടിൻകുട്ടിയുടെ പുറത്ത് ഒരു വ്യക്തി അതിൻ്റെ പുറത്തിരുന്ന് യാത്ര ചെയ്യുന്നു എന്ന് കരുതുക. നിങ്ങൾക്ക് രസകരമായി അത് തോന്നാറില്ലേ? ദ സെയിം തിങ് ഹാപ്പണിങ് യെരുശലേമിൽ ആ ഒരു വളരെ വ്യത്യസ്തമായ ഒരനുഭവം അവിടെ സംഭവിക്കുകയാണ്. യെരുശലേമിലേക്കുള്ള വീതിയിലൂടെ യാത്ര നമ്മെ ബന്ധിപ്പിക്കുന്നത് ഓർക്കുക, താഴ്മയുള്ള ഒരു മൃഗം, താഴ്മയുള്ള മനുഷ്യപുത്രൻ, കുലീനതയുള്ള സൗമ്യമായ മൃഗം. നോക്കുക, ഈ ചിത്രമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. താഴ്മയുള്ളൊരു മൃഗം, അതിൻ്റെ പുറത്തിരിക്കുന്ന താഴ്മയുള്ള ഒരു മനുഷ്യൻ, അല്ലേ? താഴ്മയുള്ള കർത്താവ്. സി ദ സൺ ഓഫ് ഗോഡ്, സേവിയർ ഓഫ് ദ വേൾഡ്, ഈ ലോകത്തിൻ്റെ രക്ഷകൻ, ദൈവപുത്രൻ, ഇതാ കഴുതക്കുട്ടിയുടെ മേൽ താഴ്മയുടെ വേഷം, തൻ്റെ ഉള്ളിലെ ജീവചൈതന്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് യാത്ര ചെയ്യുകയാണ്. സെഖരിയാവ് 9-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരുശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു എന്ന് 500 വർഷങ്ങൾക്ക് മുൻപേ അവിടെ എന്ത് ചെയ്യാണ്? വാഗ്ദത്തം പ്രോമിസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. യേശുവിൻ്റെ രാജ്യത്തിൻ്റെ സവിശേഷത മാത്രമല്ല, മറിച്ച് യേശുവിൻ്റെ ജീവിതത്തിലെ സവിശേഷതയെ ഉയർത്തി കാണിക്കുകയാണ്. ആമേൻ, പ്രൈസ് ഗോഡ്. യേശുവിൻ്റെ രാജ്യത്തിൻ്റെ സവിശേഷത മാത്രമല്ല, യേശു തൻ്റെ ജീവിതത്തിലെ സവിശേഷതയെ ഉയർത്തി കാണിക്കുകയാണ്. നമ്മളെല്ലാം ഇതിൽ പ്രൗഡാകണം പ്രിയമുള്ളവരെ. വാട്ട് എ വണ്ടർഫുൾ ജീസസ്, അല്ലേ? അത്ഭുതവനായ യേശു, തൻ്റെ ജീവിതത്തിലെ ആ സവിശേഷത. യേശു ദൈവത്തിൻ്റെ പുത്രൻ. യേശു കടന്നു വരുന്നത് ഒരു വലിയ പട്ടാള അകമ്പടിയോടെ അല്ല. യേശു യെരുശലേമിലേക്ക് കടന്നു വരുന്ന ദൈവപുത്രനാണ്. മരിച്ചവനെ ഉയർപ്പിച്ചവൻ, എത്രയോ അത്ഭുതങ്ങൾ ചെയ്യുവൻ. ഇവൻ കടന്നു വരുന്നത് ഒരു പട്ടാള അകമ്പടിയോടെ അല്ല വരുന്നത്, തോക്കുധാരികളുടെ അകമ്പടിയോടെ അല്ല വരുന്നത്, ഒരു ബുള്ളറ്റ് പ്രൂഫ് വാഹനത്തിലല്ല വരുന്നത്, മധ്യയുള്ള ആളുകളെല്ലാം വകഞ്ഞ് മാറ്റിക്കൊണ്ടല്ല വരുന്നത്. അവൻ താഴ്മയുടെ വേഷം ധരിച്ച താഴ്മയുള്ള മൃഗത്തിൻ്റെ പുറത്ത് കയറിയാ വരുന്നത്. സവിശേഷതയുള്ള ഒരനുഭവം, അല്ലേ? വ്യത്യസ്തമായ അനുഭവം യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ജീവചൈതന്യത്തെ വെളിപ്പെടുത്തി നൽകുകയാണ്. ഈ എഴുന്നള്ളി വരുന്നവൻ്റെ പ്രത്യേകത ഒന്ന് ചിന്തിച്ച്, കഴുതക്കുട്ടിയുടെ പുറത്ത് വരുന്ന ആ എഴുന്നള്ളി വരുന്നവൻ്റെ ജീവിതത്തിലേക്കൊന്ന് നോക്കിയേ. ബലഹീനരുടെ ശക്തിയാണ് വരുന്നത്, പാവപ്പെട്ടവൻ്റെ ശക്തിയാണ്, നിരാലംബരുടെ ശക്തിയാണ്, നിരാശ്രയത്തിൽ കഴിയുന്നവരുടെ ഒരു ശക്തിയാണ് ഇതാ കഴുതപ്പുറത്ത് കടന്നു വരുന്നത്. അശരണർക്കും അനാഥരുടെയും ഒരു ബലമാണ്, ഒരു പവർഫുൾ ഒരു ശക്തിയാണ് ഇതാ ഈ കഴുതപ്പുറത്ത് കടന്നു വരുന്നത്. നഷ്ടമായവരെ തേടി വന്നവൻ, കാണാതെ പോയവരെ അന്വേഷിച്ച് വന്നവനാണ് ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് വരുന്നവൻ. സമ്പന്നരും ദരിദ്രരും തുല്യരാണ്, ദൈവം മുമ്പാകെ തുല്യരെന്ന് പറഞ്ഞവനാണ് ഇതാ ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് വരുന്നവൻ. ജാതിയില്ല, മതമില്ല, ദൈവത്തിൻ്റെ മുൻപിൽ എല്ലാവരും തുല്യരാണെന്ന് പറഞ്ഞവനാണ് ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് വരുന്നത്. ചിട്ടയോടുകൂടിയ ജീവിതമുള്ളവനാണ് ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് വരുന്നത്. മറ്റുള്ളവരെ കരുതുവാൻ വേണ്ടി സമർപ്പിക്കപ്പെട്ടവനാണ് ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് വരുന്നത്. പാപികളെ സ്നേഹിച്ചവനാണ് കഴുതക്കുട്ടിയുടെ പുറത്ത് വരുന്നത്. ശിശുക്കളെ പോലെ ആകണമെന്ന് നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകണമെന്ന് പറഞ്ഞവനാണ് ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് വരുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുവാൻ തക്കവണ്ണം പാണ്ഡിത്യമുള്ളവനാണ് ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് വരുന്നത്. സ്നേഹിക്കുവാനും കോപിക്കുവാനും മതിയായ ദൈവമാണ് ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് വരുന്നത്. മറ്റുള്ളവരാൽ തള്ളപ്പെടും എന്ന് ഉറപ്പുണ്ടായിരുന്നവനാണ് ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് യാത്ര ചെയ്തു വരുന്നത്. അറിയപ്പെടാതിരിക്കുവാൻ ആഗ്രഹിച്ചവനാണ് ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് വരുന്നവൻ. കരയുവാനും ജയിക്കുവാനും കഴിവുള്ളവനാണ് ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് വരുന്നവൻ. സേവ ചെയ്യുവാൻ കഴിവുള്ളവനാണ് ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് വരുന്നവൻ. മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിവുള്ളവനാണ്. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുവാൻ കഴിവുള്ളവൻ. അനാഥനും വിധവയ്ക്കും അവർക്ക് ന്യായം പാലിച്ചു കൊടുക്കുവാൻ കഴിവുള്ളവനാണ് ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് വരുന്നവൻ. ചിന്തിച്ചേ, സാധാരണക്കാരനല്ല ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് വരുന്നവൻ. സാധാരണക്കാരനല്ലേ? അല്ല പ്രിയമുള്ളവരെ. യെസ്,
ദ വേർഡ് ഓഫ് ഗോഡ് സേസ്, ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ സവിശേഷതയുള്ളവനായിരുന്നു. യേശു ഈ ഒരു ചെറിയ പ്രവൃത്തി ചെയ്യുന്നതിലൂടെ തൻ്റെ ജീവചൈതന്യത്തെ, തൻ്റെ ജീവിതത്തിലെ ചൈതന്യത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക. ഹൂ ആം ഐ, വേർ ഐ ആം, ഞാൻ എവിടെയാകുന്നു, ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ ആരാകുന്നു എന്ന ഒരു വലിയ സന്ദേശത്തെ യേശു ലോകത്തിന് വെളിപ്പെടുത്തുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ യേശുവിനെ ഒന്ന് ഹഗ് ചെയ്യുവാൻ നമുക്ക് തോന്നുന്നില്ലേ പ്രിയമുള്ളവരെ? യേശുവിൻ്റെ ഉള്ളിലെ പാണ്ഡിത്യം, ശ്രേഷ്ഠത, എല്ലാ രാജാക്കന്മാരുടെയും രാജാവായ യേശു, രാജാക്കന്മാരുടെ രാജാവ്, നേതാക്കന്മാരുടെ നേതാവ്, ആമേൻ, താഴ്മയുടെ ഒരു സാധാരണ എളിമയുള്ള കുലീനതയുള്ള ഒരു മൃഗത്തിൻ്റെ പുറത്ത് വരികയാണ്. ഒന്ന് ഹഗ് ചെയ്യാൻ തോന്നുന്നില്ലേ ജീസസിനെ? ഒന്ന് ആലിംഗനം ചെയ്യുവാൻ, ഒന്ന് ചേർത്ത് പിടിക്കുവാൻ, ജീവിതത്തോട് ഒന്ന് ചേർത്ത് പിടിക്കുവാൻ നമുക്ക് തോന്നുന്നില്ലേ പ്രിയമുള്ളവരെ? യേശുവേ, ഐ ലൈക്ക് ടു ഹഗ് യു, ഞാൻ അങ്ങയെ ഒന്ന് ആലിംഗനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, അങ്ങയുടെ പാദത്തെ ചുംബിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞേ പ്രിയമുള്ളവരെ. ജീസസ് ലവ്സ് യു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. കഴുതപ്പുറത്ത് കടന്നു വരുന്ന താഴ്മയും വേഷം ധരിച്ച് താഴ്മയുടെ പ്രതിരൂപമായി കടന്നു വരുന്ന യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു പ്രിയമുള്ളവരെ. ലോകത്തിന് തൻ്റെ ഹൃദയത്തെ തുറന്ന് കാണിച്ചവൻ യേശു. ലോകത്തിന് തൻ്റെ ഹൃദയത്തെ തുറന്ന് കാണിച്ചവനാണ് യേശു. ലോകത്തിന് തൻ്റെ ഉള്ളിലെ ജീവചൈതന്യത്തെ വെളിപ്പെടുത്തി നൽകിയവനാണ് യേശു പ്രിയമുള്ളവരെ. എത്ര അനുഗ്രഹീതമായ ധന്യമായ അനുഭവം യേശുവിനെ നമുക്ക് സ്വന്തമായി ലഭിച്ചില്ലേ? എത്ര ആനന്ദം! യേശുവിനെ നമ്മുടെ കർത്താവായി, രാജാതിരാജാവായി, സമാധാന പ്രഭുവായി, നിത്യപിതാവായി, അല്ലേ, ആലോചനയും കർത്താവായിട്ടൊക്കെ നമുക്ക് ലഭിച്ചു. വി മസ്റ്റ് പ്രൈസ് ഗോഡ്. രണ്ട് കൈകളും ഉയർത്തി, രണ്ട് കൈകളും എത്തി, ഹോശന്ന ഹോശന്ന, അല്ലേ, ആമേൻ. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവന് ഹോശന്ന എന്ന് രണ്ട് കരങ്ങളും ഉയർത്തി ഒന്നാർത്തെ. യേശുവേ, ഹോശന്ന ഹോശന്ന. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് രണ്ട് കരങ്ങളും ഉയർത്തി ഹോശന്ന. ആ ചിത്രം നിങ്ങളുടെ കൺമുന്നിലിരിക്കട്ടെ. ആ കഴുതയുടെ പുറത്ത്, കുലീന മൃഗത്തിൻ്റെ പുറത്ത് കുലീനതയോടുകൂടെ താഴ്മയോടെ കടന്നു വരുന്ന ആ യേശുവിനെ നിങ്ങളുടെ കൺമുന്നിൽ കൊണ്ടുവന്ന് ഹോശന്ന ഹോശന്ന എന്ന് ഒരു 3 വട്ടം പറഞ്ഞേ പ്രിയമുള്ളവരെ. യെസ്, വിൽ പ്രൈസ് ഗാഡ്. നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം, സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവ് സ്തുതികൾ മത്തി വസിക്കുന്ന, ആർപ്പിൻ മത്തി വസിക്കുന്നവൻ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ, അടയാളങ്ങളെ പ്രവർത്തിക്കുന്നവൻ, രോഗങ്ങളെ സൗഖ്യമാക്കുന്നവൻ, ക്ഷീണങ്ങളെ മാറ്റുന്നവൻ, ബന്ധനക്കെട്ടുകളെ തകർക്കുന്നവൻ, പിശാചിൻ്റെ തന്ത്രങ്ങളെ തകർക്കുന്നവൻ. ആമേൻ, സ്തോത്രം. 7 പ്രാവശ്യം വീണാലും നിലം പരിശാകാതെ വീണ്ടും എഴുന്നേൽപ്പിച്ച് നിർത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. നിത്യത വാഗ്ദാനം ചെയ്തവൻ, മരിച്ചു ഉയർത്തവൻ, വീണ്ടും മരണത്തിലേക്ക് വീണ്ടും മരിച്ചുയർത്തി എന്നേക്കുമായി ഈ ലോകത്ത് ജീവിക്കുന്ന ജീവനുള്ള കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. ആ കർത്താവിൻ്റെ മക്കളാകുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്ന പ്രിയമുള്ളവരെ. ഞാൻ 2 ചിന്തകൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് കർത്താവായ യേശു കഴുതക്കുട്ടിയെ വാഹനമായിട്ട് തിരഞ്ഞെടുത്തതെന്നതിന് ഒന്നാമതായി ഞാൻ പറഞ്ഞു, തൻ്റെ രാജ്യത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുവാൻ. രണ്ടാമതായി പറഞ്ഞു, തൻ്റെ ഉള്ളിലെ ജീവചൈതന്യത്തെ നമുക്ക് വെളിപ്പെടുത്തി നൽകുവാനായിട്ട്. ഏറ്റവും ഒടുവിലായിട്ട്, ടു ഫുൾഫിൽ ദ പ്രോമിസ് ഓഫ് ഗോഡ്, ദൈവിക വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് കഴുതക്കുട്ടിയെ വാഹനമാക്കി തിരഞ്ഞെടുത്തത്. ജനം ആർത്ത് വിളിച്ചത് നമുക്കറിയാം. മത്തായി സുവിശേഷം 21:9 ജനം ആർത്ത് വിളിക്കുകയാണ്, ദാവീദ് പുത്രനെ ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങൾ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, യേശു ഈ ലോകത്തിൽ അവതരിച്ചത് 2 രീതിയിലാണ്. ഒന്ന്, കർത്താവിൻ്റെ നാമത്തിൽ, കർത്താവിൻ നാമത്തിൽ വരുന്നവന് നിത്യം, അല്ലെ, ഹല്ലേലൂയ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി ചിത്രം. നിത്യം ഹല്ലേലൂയ, നിത്യം സ്തുതി, നിത്യം ഗാനം പാടി, ഗാനവും പ്രതിഗാനവും പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു അനുഭവം. അപ്പോൾ യേശു അവതരിച്ചത്, മശിഹായായി അവതരിച്ചത് കർത്താവിൻ്റെ നാമത്തിലും മാത്രമല്ല ദൈവപുത്രനായിട്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തന്നെ ലക്ഷ്യം എന്താണ്? കർത്താവിൻ്റെ നാമത്തിൽ വന്നതുകൊണ്ടും ദൈവപുത്രനായി അവതരിച്ചത് കൊണ്ടും കർത്താവായ യേശുവിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? ദൈവിക വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്.
ദൈവത്തിന് ഈ ലോകത്തിനെക്കുറിച്ചും ഈ ലോകത്തിലെ മാനവ ജനതയെക്കുറിച്ചുമുള്ള ദൈവിക പദ്ധതികളെ പൂർത്തീകരിക്കുവാനാണ് മശിഹായായ യേശു ഈ ലോകത്തിൽ അവതരിച്ചത്. പ്രിയമുള്ളവരെ, മത്തായി 21:9 തന്നെ ഇത് വിഭാവനം ചെയ്തത് ദൈവമല്ല. ഈ മത്തായി 21:9 ഞാനിപ്പോൾ വായിച്ചല്ലോ, ദാവീദുവിന് ഹോസന കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന എന്ന വാക്യം. ഇത് വിഭാവനം ചെയ്തത് യേശു അല്ല. ഇത് വിഭാവനം ചെയ്ത് അന്നുണ്ടായിരുന്ന ജനങ്ങളല്ല, മറ്റുള്ള ആൾക്കാരല്ല. ഇത് വിഭാവനം ചെയ്തത് പിതാവായ ദൈവം. പിതാവായ ദൈവമാണ് ഈ ഒരു ചിത്രത്തെ, ഈ ഒരു സംഭവത്തെ വിഭാവനം ചെയ്യുന്നത്. കാരണം 500 വർഷങ്ങൾക്ക് മുൻപ് സഖരിയ പ്രവാചകനിലൂടെ പ്രവചിക്കപ്പെട്ട ദൈവിക വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണമാണ് മത്തായി സുവിശേഷം 21:9 നിറവേറ്റപ്പെടുന്നത്. മറക്കരുത്, 500 വർഷങ്ങൾക്ക് മുൻപ് സഖരിയ പ്രവാചകനിലൂടെ വെളിപ്പെട്ട ദൈവിക വാഗ്ദത്തങ്ങളുടെ ആ ഉടമ്പടിയുടെ പൂർത്തീകരണമാണ് മത്തായി 21:9 നിറവേറ്റപ്പെടുന്നത്. അവൻ കഴുതക്കുട്ടിയുടെ പുറത്ത് യാത്ര ചെയ്യുന്നത്. ജനം ഹോശന്ന ഹോശന്ന ഹോശന്ന, ഈ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് അത്യുന്നതങ്ങൾ ഹോശന്ന എന്ന് ആർക്കുന്ന ഈ സംഭവം. പ്രിയമുള്ളവരെ, സഖരിയ പ്രവാചകന്റെ കാലഘട്ടം മറക്കരുത്. ആ കാലഘട്ടത്ത് എഴുതപ്പെട്ട സഖരിയ 9:9 ഇവിടെ മത്തായി 21:9 നിറവേറ്റപ്പെടുന്നത്. എത്ര ധന്യമായ ഒരു അനുഭവം പ്രിയമുള്ളവരെ. ആ 2 പാസേജ് ഒന്ന് വായിച്ചു നോക്കുക. സഖരിയ 9:9, മത്തായി സുവിശേഷം 21:9. ഇത് രണ്ടും വളരെ കണക്റ്റീവാണ്. ദൈവം വിഭാവനം ചെയ്ത ഒരു സംഭവം. കഴുതക്കുട്ടിയുടെ പുറത്ത് യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഇതാണ് ഉച്ചത്തിൽ ഈ ജനം ആലപിക്കുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, മശിഹ വാഗ്ദാനം ചെയ്യുന്ന ഒരു പുതിയ ജീവിതമുണ്ട്. കർത്താവായ യേശു വിഭാവനം ചെയ്ത ഒരു പുതിയ ജീവിതം. പ്രിയമുള്ളവരെ, എന്താണെന്നറിയാമോ? തന്നിലൂടെ ഒരു പുതിയ രാജ്യം. യേശു വിഭാവനം ചെയ്തത് യേശുവിലൂടെ ഒരു പുതിയ രാജ്യം, എ ന്യൂ കിങ്ഡം. 2, തന്നിലൂടെ ഒരു പുതിയ രാജാവ്. യേശുവിലൂടെ ഒരു പുതിയ രാജാവ്. ഞാൻ പറയട്ടെ, ഇതിൻ്റെ പൊരുൾ എന്താണ്? ഇതിൻ്റെ പൊരുൾ എന്താണ് പ്രിയമുള്ളവരെ? കർത്താവായ യേശുവിനാൽ എനിക്കുള്ളിൽ ഒരു പുതിയ രാജ്യം. ആമേൻ. ഒരുവൻ ക്രിസ്തുവിലായാൽ പഴയത് കഴിഞ്ഞു പോയി, സകലവും പുതുതായി തീർന്നിരിക്കുന്നു. ആമേൻ. കഴുതക്കുട്ടിയുടെ പുറത്ത് യാത്ര ചെയ്യുന്ന യേശു എന്നിൽ ഒരു പുതിയ രാജ്യത്തെ, ഒരു പുതിയ ലോകത്തെ സൃഷ്ടിച്ചെടുക്കുന്ന അനുഭവം. ഡു യു എവർ എക്സ്പീരിയൻസ്ഡ് സച്ച് കൈൻഡ് ഓഫ് തിങ്സ് ഇൻ യുവർ ലൈഫ്, പാസ്റ്റ് ഓർ പ്രസൻറ്റ്? നിങ്ങളുടെ ജീവിതത്തിൽ ഭൂതകാലത്തിലോ വർത്തമാനകാലത്തിലോ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? യേശുവിലൂടെ ഒരു പുതിയ രാജ്യം നിങ്ങൾക്കുള്ളിൽ രൂപപ്പെട്ട അനുഭവം. ഒന്ന് ഓർത്തു നോക്കിയേ. ഇന്നും പഴമകളിലല്ലേ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വസ്ത്രം മാറി, നിറം മാറി, വീടിൻ്റെ വലിപ്പമൊക്കെ മാറി, ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഭൗതിക ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. മാറ്റം വരാത്ത ഒന്നിൽ മാത്രം നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിന് മാറ്റം വന്നിട്ടില്ല. ഹൃദയത്തിൽ യേശുവിൻ്റെ രാജ്യം സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ഹൃദയത്തിനുള്ളിൽ യേശുവിൻ്റെ രാജ്യം സ്ഥാപിക്കപ്പെടണം. യേശുവിലൂടെ, യേശുവിനാൽ ഒരു രാജ്യം നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കപ്പെടണം. യേശുവിലൂടെ നമ്മിലൊരു രാജാവ്. മറന്നു പോകരുത്. ഇതാണ് ഇതിൻ്റെ വളരെ ആഴമേറിയ മർമ്മം, രഹസ്യം, ദിവ്യമായ രഹസ്യം എന്നുള്ളത്. യേശുവിലൂടെ എന്നിലൊരു രാജ്യം. ആ രാജ്യത്തിൻ്റെ രാജാവ് കർത്താവായ യേശു, കഴുതപ്പുറത്ത് കയറി വന്നവൻ അല്ലേ? ദൈവരാജ്യത്തിൻ്റെ സന്ദേശം നമുക്ക് വെളിപ്പെടുത്തി നൽകിയവൻ, തന്നിലുള്ള ജീവചൈതന്യത്തെ വെളിപ്പെടുത്തി നൽകിയവൻ, ദൈവിക വാഗ്ദത്തങ്ങളെ പൂർത്തീകരണത്തിനായി വന്നവൻ. അവൻ നമുക്കുള്ളിൽ ഒരു രാജ്യത്തെ സ്ഥാപിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ആ രാജ്യം എന്ന് പറയുന്ന നീതിയും സമാധാനവും ഉള്ളതാണ്, ദൈവഭയമുള്ളതാണ്, ദൈവഭക്തിയുള്ളതാണ്, ദൈവവുമായി ബന്ധപ്പെട്ട ഒരു രാജ്യമാണ്. അതിൻ്റെ രാജാവ് കർത്താവായ യേശു ആകുന്നു. ഈ ഒരു അനുഭവമില്ലാത്ത എത്രയോ ക്രിസ്ത്യാനികൾ ഇന്ന് ലോകത്തിലുണ്ട്. ഇതാ കാണുന്ന ഈ കുരുത്തോലയുണ്ടല്ലോ, ഈ കുരുത്തോല എല്ലാ വർഷവും ഇങ്ങനെ നീട്ടിപ്പിടിച്ച് ഹോശന്ന പാടി റാലി പോകുന്നുണ്ടല്ലോ. ഈ റാലി പോകുന്ന എത്ര പേരുടെ ഹൃദയത്തിലാണ് യേശുവിൻ്റെ രാജ്യമുള്ളത്? ഒന്ന് ആത്മപരിശോധന ചെയ്യുക.
ഏത് സഭാവിഭാഗമായിക്കൊള്ളട്ടെ, ഏത് ഓർഗനൈസേഷനുമായിക്കൊള്ളട്ടെ, നിങ്ങൾ റാലിയായിട്ട് ഇങ്ങനെ യേശുവിനെ മഹത്വപ്പെടുത്തുവാനൊന്ന് പോകുന്നുണ്ടല്ലോ. നിങ്ങളിൽ എത്ര പേരാണ് ഈ പാം സൺഡേ ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കും, നിങ്ങളിൽ എത്ര പേർക്കുള്ളിൽ യേശുവിൻ്റെ രാജ്യം സ്ഥാപിതമായിട്ടുണ്ട്? നിങ്ങളുടെ എത്ര പേർക്കുള്ളിൽ സ്ഥാപിതമായ ആ യേശുവിൻ്റെ രാജ്യത്തിൽ യേശു രാജാവായി നിങ്ങളെ ഭരിക്കുന്നു? എത്ര പേർക്ക് പറയാൻ സാധിക്കും? ആമേൻ. ഇവിടെയാണ് ആരാധകരും അല്ലേ ഫോളോവേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. വർഷിപ്പേഴ്സ് ആൻഡ് ഫോളോവേഴ്സ്. ഞാൻ മുൻപത്തെ പ്രസംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും എന്താണ്, ആരാധകരായി മാറുകയാണ്. ആരാധിക്കുന്നു, ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ് പോയിട്ടേ ഇരിക്കുന്നു. ഫോളോവേഴ്സ് ആകുന്നില്ല. കാരണം നമ്മുടെ ഹൃദയത്തിനുള്ളിൽ യേശുവിൻ്റെ രാജ്യം സ്ഥാപിതമായിട്ടില്ല. അവിടെ യേശു രാജാവായി വാഴുന്നില്ല. പ്രിയമുള്ളവരെ, ദൈവിക വാഗ്ദത്തങ്ങളൊന്നും നിറവേറാതെ ഇരുന്നിട്ടില്ല. എല്ലാ വാഗ്ദത്തങ്ങളും നിറവേറുക തന്നെ ചെയ്യും. മശിഹായുടെ വാഗ്ദാനം നിങ്ങൾ പ്രാപിച്ചവരാണോ? മശിഹായുടെ വാഗ്ദാനം നിങ്ങൾ പ്രാപിച്ചവരാണോ? യേശുവിലൂടെയുള്ള ഒരു പുതിയ രാജ്യം നിങ്ങൾക്കുള്ളിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ ദേശത്തിൽ, നിങ്ങളുടെ വർക്കിംഗ് പ്ലേസിൽ യേശുവിലുള്ള ഒരു പുതിയ രാജ്യം സ്ഥാപിക്കുവാൻ പ്രിയമുള്ള ദൈവജനമേ പരിശ്രമിക്കുക. ഈ ഹോശന്ന ഞായർ 2024 അങ്ങനെ ഒരു തീരുമാനമെടുക്കുക. എനിക്കുള്ളിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സഭയിൽ, എൻ്റെ ദേശത്തിൽ യേശുവിൻ്റെ രാജ്യം എനിക്ക് പണിയണം. നീതിയും സമാധാനമുള്ള, ദൈവഭയമുള്ള, ഭക്തിയുള്ള ഒരു രാജ്യത്തെ പണിയണം. അവിടെ യേശുവാകുന്ന ഒരു പുതിയ രാജാവ്, പണിയപ്പെടുന്ന യേശുവിൻ്റെ രാജ്യത്തിൽ യേശുവാകുന്ന പുതിയ രാജാവ്. അവിടെ മാനുഷിക ഭരണഘടനകളോ, അവിടെ മനുഷ്യൻ്റെ തത്വസംഹിതകളോ, മനുഷ്യൻ്റെ പേരോ പ്രശസ്തിയോ ഒന്നുമില്ലാതെ യേശു രാജ്യത്വം നൽകുന്ന, യേശു വഴി നടത്തുന്ന, യേശു മാത്രം മഹത്വപ്പെടുന്ന, യേശുവിൻ്റെ ശബ്ദം മാത്രം കേൾക്കുന്ന, മാനുഷിക ശബ്ദങ്ങൾക്ക് പ്രസക്തിയില്ലാത്ത ഒരു രാജ്യം, യേശു ഭരിക്കുന്ന ഒരു ജീവിതം, യേശു ഭരണം നടത്തുന്ന ഒരു കുടുംബം, യേശു ഭരണം നടത്തുന്ന ഒരു സഭ, യേശു ഭരണം നടത്തുന്ന ഒരു ദേശം. പ്രിയമുള്ളവരെ, ഈ രാജാവിനെ ചുമക്കുവാൻ നാം തയ്യാറാണ്. അന്ന് ആ കുലീനതയുള്ള മൃഗമായ കഴുത യേശുവിനെ ചുമക്കുവാനായിട്ട് തന്നെ സമർപ്പിക്കുകയാണ്. ഡു വി വില്ലിംഗ് ടു carry അവർ ജീസസ്? ഡു വി ഹാവ് എ വിൽ ടു carry ദ ഹോളി ബൈബിൾ? ദൈവത്തിൻ്റെ വചനം ചുമക്കുവാൻ, പ്രമാണങ്ങളെ ചുമക്കുവാൻ, യേശുവിനെ ചുമക്കുവാൻ നാം ഒരുക്കമാണോ? ഈ ദിവസം ചിന്തിക്കുക പ്രിയമുള്ളവരെ. മശിഹ നൽകുന്ന വാഗ്ദാനം, യെസ്, ആ വാഗ്ദാനത്തെ സ്വീകരിച്ചുകൊണ്ട് യേശുവിൻ്റെ പാതയിൽ മുന്നേറാം. ഒരിക്കൽ കൂടെ ഏവർക്കും ഹോശന്ന ഞായർ ആശംസകൾ നേർന്നുകൊള്ളുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചോദ്യം ഇതാണ്: കഴുതക്കുട്ടിയുടെ പുറത്ത് വാഹനമേറി വരുന്ന യേശു കർത്താവിനെക്കുറിച്ച് 500 വർഷങ്ങൾക്ക് മുൻപ്, അന്നത്തെ 500 വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്രവാചകൻ പ്രവചിക്കുകയുണ്ടായി. ആ പ്രവാചകൻ്റെ പേര് എന്താണ്? കഴുതക്കുട്ടിയുടെ പുറത്ത് വാഹനമേറി സഞ്ചരിക്കുന്ന യേശുവിനെക്കുറിച്ച് 500 വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ച പ്രവാചകൻ്റെ പേര് എന്താണ്? അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വചനം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. അതൊരു വലിയ പ്രേക്ഷിത പ്രവർത്തനമാണ് നമ്മാൽ ചെയ്യുവാൻ കഴിയുന്നത്. കേൾക്കട്ടെ. എല്ലാവരുടെ ഹൃദയത്തിലും യേശുവിനായി ഒരു രാജ്യം സ്ഥാപിതമാകട്ടെ. എല്ലാവരുടെയും ഹൃദയത്തിനുള്ളിൽ യേശുവിൻ്റെ രാജ്യത്തിൽ യേശു രാജാവായി ഭരണം നയിക്കട്ടെ. ആലയങ്ങൾ അതിനായി തുറന്നു കൊടുക്കട്ടെ. ഹൃദയങ്ങൾ അതിനായി തുറക്കട്ടെ. ദേശത്തിൻ്റെ വാതിൽ അതിനായി തുറക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. കണ്ണുകളടയ്ക്കാം. നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ നാമത്തിൽ ദൈവപുത്രനായി ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ കഴുതക്കുട്ടിയുടെ പുറത്ത് വാഹനമേറി യെരുശലേമിലേക്ക് യാത്രയായ ലോകത്തിൻ്റെ രക്ഷകനായ സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ഏറ്റവും ധന്യവും അനുഗ്രഹീതമായ ഈ ദിനത്തിനായി അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവേ, അവിടുത്തെ സ്നേഹം, അവിടുത്തെ കരുതൽ, അങ്ങ് ഈ ലോകത്ത് വന്നത് കർത്താവെ അങ്ങടുത്തെ രാജ്യത്തെക്കുറിച്ച് പറയുവാൻ, കർത്താവെ പിതാവായ ദൈവം വിഭാവനം ചെയ്ത രാജ്യത്തിൻ്റെ മർമ്മം ഞങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ വേണ്ടി ഞങ്ങളത് ഏറ്റുവാങ്ങുന്നു, ഞങ്ങളത് ഏറ്റെടുക്കുന്നു. പിതാവേ, അതെ, ഞങ്ങൾക്കുള്ളിൽ ഒരു രാജ്യം,
യേശുവിൻ്റെ രാജ്യം, ഞങ്ങൾക്കുള്ളിൽ ഉള്ള യേശുവിന് ആകുന്ന രാജ്യത്തിൽ അവിടുത്തെ അങ്ങേ ഞങ്ങളെ രാജാവായി ഭരിക്കുവാൻ അനുവദിക്കുന്ന, പെർമിറ്റ് ചെയ്യുന്ന ആ ഒരു അനുഭവം, സമർപ്പണം ദൈവമേ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. 2024 ഈ പാം സൺഡേ ദിനം കാണുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്തു പിതാവേ. കർത്താവ് ഈ ദിനത്തിലും വ്യത്യസ്തമായ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഇരിക്കുന്നവരുണ്ട്, ആകുലതകൾ ഇരിക്കുന്നവരുണ്ട്, വേദനകളും ഞരക്കങ്ങളും കഴിയുന്നവരുണ്ട്. എല്ലാവർക്കും ആശ്വാസം നൽകണം. എല്ലാവരുടെയും ഹൃദയത്തെ അവിടെ നിന്ന് കർത്താവെ ക്രമപ്പെടുത്തണം. എല്ലാവരുടെയും ചിന്തകളെ ക്രമപ്പെടുത്തണം. ഓരോ ഹൃദയങ്ങളെ ഏകോപിപ്പിക്കണം. ഓരോ ജീവിതങ്ങൾക്ക് ചൈതന്യം നൽകണമേ അപ്പ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ പിതാവെ. ഈ ആഴ്ച മുതൽ ഞങ്ങൾ കഷ്ടാനുഭവ ആഴ്ചയിലേക്ക്, പാഷൻ വീക്കിലേക്ക് പ്രവേശിക്കുകയാണ്. തികച്ചും പ്രാർത്ഥനയോടും കർത്താവെ ധ്യാനനിരതരായി ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളെ തന്നെ പൂർണ്ണമായി വിനയപ്പെടുത്തി സമർപ്പണം ചെയ്തുകൊണ്ട് കർത്താവെ ഈ നോമ്പിൽ, കർത്താവ് ഈ പാഷൻ വീക്കിലേക്ക് ഞങ്ങൾ പ്രവേശിക്കട്ടെ. അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ, ആത്മാവിനാൽ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവമുഖത്തും കർത്താവെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. യേശു രക്ഷിതാവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമീൻ. കർത്താവ് പഠിപ്പിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ നമ്മുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ നിർമ്മിക്കണം. രാജ്യവും ശക്തിയും മഹത്വം ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നുവല്ലോ. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളി. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൃപ, അനുഗ്രഹം, നന്മ, വാഴ്വ്, സമാധാന, സന്തോഷം നിങ്ങൾ എല്ലാ പേരും ഇന്നുമെന്നും സദാകാലം കൊണ്ടിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, നമുക്കുള്ളിൽ യേശുവിൻ്റെ രാജ്യം, അവിടെ ഭരണം നടത്തുന്ന യേശുവിനെ രാജാവായിട്ട് നമുക്ക് പ്രതിഷ്ഠിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു വെരി മച്ച്.